നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 832 832. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 832 ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 85-ാം സർഗം ഏറെക്കുറെ അവസാനിക്കുകയാണ്. ശ്രദ്ധിക്കുക, 85-ാം സർഗം മാർക്കാണ്ഡേയ സ്തുതി. അപ്പോൾ ഇതിൻ്റെ മുമ്പേ കഴിഞ്ഞ എപ്പിസോഡിൽ 84-ാം സർഗത്തിൽ 52-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. വിശ്വേശ്വരന്മാർ ആ അഭിവന്ദ്യർ 4 തൃക്കൈകളെന്തും പ്രിയദർശനന്മാർ മുനീന്ദ്രന് ആ ലോകഗുരുക്കൾ മുന്നിൽ നമസ്കരിച്ചോതി അലിഞ്ഞ് ഈ വണ്ണം. അപ്പോൾ നരനാരായണന്മാരുടെ മുമ്പിൽ ഇദ്ദേഹം നമസ്കരിച്ചും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? ശ്രദ്ധിക്കുക. മഹാപ്രഭു, നിൻ മാഹാത്മ്യം അണുപോലും പുകഴ്ത്തുവാനാളല്ല അടിയനൻ മട്ടും അരവിന്ദായ ദക്ഷണ. പറയാണ്, മഹാപ്രഭു ഭഗവാനെ, നിൻ മാഹാത്മ്യം അണുപോലും. സാധാരണക്കാരിപ്പോൾ ഭാഗവത ടൈറ്റിലുണ്ടല്ലോ, ഭാഗവത രത്നം, ഭാഗവത ആഢ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ മാർക്കാണ്ഡേയ മുനിയെ പോലെയുള്ള ആൾക്കാർ പറയുന്നു, എനിക്ക് അണുപോലും അങ്ങയെ അറിയില്ല എന്നാണ് പറഞ്ഞത്. വളരെ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണത്. അപ്പോൾ മഹാപ്രഭു, നിൻ മാഹാത്മ്യം അണുപോലും പുകഴ്ത്തുവാൻ ആളല്ല അടിയൻ എമ്മട്ട് അരവിന്ദായ ദക്ഷണ. അവിടുത്തെ പ്രസാദം കൊണ്ടല്ലാതെ ഉലകിലേവനും എന്തെങ്കിലും 4 അക്ഷരം രാമകൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ വേണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ പ്രസാദം കൊണ്ടല്ലാതെ ഉലകിൽ ഏവനും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വ്യത്യാസമില്ല, ഏവനും വാഗ്മനസ്സുകളും മറ്റും പ്രവർത്തിക്കലൊരൽപ്പവും. മനസ്സ് വാക്ക് പ്രവർത്തിക്കണ്ടേ? ഇത് പ്രവർത്തിക്കണത് നിയന്ത്രിക്കണത് ആരാ? ആത്മചൈതന്യം, നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മചൈതന്യമാണ്. എത്ര അക്ഷരം പറയാം, എത്ര അക്ഷരം പറയണം, എങ്ങനെ പറയണം, ഇതൊക്കെ നിയന്ത്രിക്കണ്ട്. എല്ലാം ഞാൻ പറയാമെന്ന് പറയരുത് ഒരാളുടെ അടുത്തും. എനിക്കൊക്കെ അറിയുന്നും പറയരുത്. ഈ അറിയണതൊക്കെ ഓർമ്മയില്ലാണ്ടാക്കാൻ അരനിമിഷം മതി. ഭഗവാൻ ഇഷ്ടപ്പെട്ടാൽ ആഗ്രഹിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രവർത്തിക്കില്ല ഒരല്പവും. ഈ ഒരു കണ്ടീഷൻ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം ആരോടും സംസാരിക്കാൻ. അന്തര്യാമി സ്വരൂപൻ നീ, അത് വീണ്ടും വീണ്ടും പറയണോ. അന്തര്യാമി സ്വരൂപൻ നീ, ബ്രഹ്മസ്വരൂപമായിട്ട് തേജോപുഞ്ചായിട്ട് ബാലാഗ്ര സർവാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. അന്തര്യാമി സ്വരൂപൻ നീ, കനിഞ്ഞീടാകിൽ ഊഴിയിൽ. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ടാണ്. പ്രാകൃതർക്കല്ല, വേദസ്സിനാകിലും ശിവനാകിലും ബ്രഹ്മാവിനാണെങ്കിലും പരമശിവനാണെങ്കിലും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അവിടെ. അതൊട്ടും അത്ഭുതമില്ല, അതിൽ അതിശയോക്തിയില്ല. ഇറ്റ് ഈസ് എ ഫാക്ട്. പ്രാകൃതർക്കല്ല, സാധാരണക്കാരെ പറ്റിയിട്ടല്ല പറഞ്ഞത്. വേദസ്സിനാകിലും ശിവനാകിലും പ്രാണാദികൾ ചലിച്ചിടില്ല അത്രയും പ്രഭുവാൻ ഭവാൻ. ഈ പ്രാണൻ ചലിക്കണത് എങ്ങനെയാണ്? ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ഈശ്വരൻ്റെ കൃപ കൊണ്ടാണ്. പ്രാണാദികൾ ചലിച്ചിടില്ല അത്രയും പ്രഭുവാൻ ഭവാൻ. എന്നാലും തൃപ്പദാംബോജ പ്രേമം മൊട്ടിട്ട ജീവനെ, പ്രേമം മൊട്ടിട്ട ജീവനെ
പ്രേമം, ഭഗവാനോട് പ്രേമുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ കാത്തു രക്ഷിക്കും. ഭഗവാനെ ഞാനാണ് കൊണ്ട് നടക്കണത് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഭഗവാൻ പറയും പോയി പണി നോക്കാൻ പറയാം എന്നെ. അങ്ങനെ തന്നെ പറയാം. അവഹേളനം മാത്രം ബാക്കിയാവും. പിന്നെ ഭജിപ്പിച്ചും സ്തുതിപ്പിച്ചും അത്തരം ഭജനത്തിനും ഭഗവാനാണ് ഭജിപ്പിക്കുന്നത്, ഭഗവാനാണ് സ്തുതിപ്പിക്കുന്നത്. ഭഗവാൻ സ്തുതിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരക്ഷരം മിണ്ടാൻ സാധിക്കില്ല നമുക്ക്. അപ്പോൾ ഭജിപ്പിച്ചും സ്തുതിപ്പിച്ചും അത്തരം ഭജനത്തിനും കൃതജ്ഞനാണ്. കൃതജ്ഞത എക്സ്പ്രസ് ചെയ്തോളൂ. നന്ദി നമസ്കാരം, നന്ദി നമസ്കാരം. കൃതജ്ഞനാണ് ഞാൻ എന്നോർത്ത് അവനെന്നും എത്രയും, കൃതജ്ഞനാണ് ഞാൻ എന്നോർത്ത് അവൻ എന്നും എത്രയും. വശ്യനായി തന്നെ വാഴും നിൻ, വശ്യനായി ഭക്തൻ്റെ അധീനത്തിൽ ഭഗവാൻ വശ്യനായിട്ട് കഴിയും. അങ്ങനെയാണ്. വശ്യനായി തന്നെ വാഴും നിൻ കൃപാവൈഭവം അത്ഭുതം. ഭഗവാന്റെ കൃപാവൈഭവം അത്ഭുതം. ഈ വണ്ണം ഇങ്ങ് അവതരിച്ചതു നീ വിശ്വപാലനം. അങ്ങ് അവതാരം ചെയ്തിട്ടുള്ളത് വിശ്വത്തിനെ പരിപാലിക്കാനാണ്. വിശ്വത്തിനെ പരിപാലിക്കുക, വിശ്വത്തിലുള്ളവരെ പരിപാലിക്കുക. അപ്പോൾ വിശ്വപാലനം ചെയ്യുവാനും ഭക്തിതന്മാർഗം തെളിയിപ്പാനുമാം വിഭൂ. ഭഗവാൻ അവതരിച്ചിരുന്നത് എന്തിനാന്നാണ് പറഞ്ഞത്? ഭക്തിമാർഗം തെളിയിപ്പാൻ. ഭഗവാൻ തെളിയിച്ച വഴി കൂടെ ആണോ നമ്മൾ നടക്കണത്? എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. അല്ല, അധോഗതി ബാക്കിയാവും. ഭഗവാൻ തെളിയിച്ച വഴി കൂടെ നമ്മൾ നടക്കണില്ലെങ്കിൽ അധോഗതിയാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്തിതന്മാർഗം തെളിയിപ്പാനുമാം വിഭു. കാരുണ്യത്തള്ളലാൽ വിശ്വം സൃഷ്ടിച്ചതും പിന്നെയൊക്കെയും. കാരുണ്യത്തള്ളാൽ വിശ്വം സൃഷ്ടിച്ചതും സൃഷ്ടിച്ചും പിന്നെയൊക്കെയും. എട്ടുകാലി കണക്ക് ഉൾക്കൊള്ളുവതും നീ തന്നെയല്ലയോ. എട്ടുകാലി കണക്ക്, എട്ടുകാലി അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നൂലിനെ കൊണ്ട് വലയുണ്ടാക്കി ആ വലയിൽ ഇരുന്നു കൊണ്ട് ആ വലയിൽ കുടുങ്ങുന്നവരെ ഭക്ഷിച്ചുകൊണ്ട് ആ വലയെ സ്വന്തം ഉദരത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എട്ടുകാലി കണക്ക് ഉൾക്കൊള്ളുവതും നീ തന്നെയല്ലയോ. ആമട്ട് ഉദാരനാം തൃപാദപത്മം ഭജിപ്പൂ ഞാൻ. അതുകൊണ്ട് അങ്ങയുടെ ഔദാര്യത്തിലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഭഗവാന്റെ ഔദാര്യത്തിലാണ്, നമ്മുടെ കേമത്തിലല്ല. ഭഗവാന്റെ ഔദാര്യത്തിൽ തൃപാദപത്മം ഭജിപ്പൂ ഞാൻ. വേദജ്ഞരേതിൻ മധുവന്ന് ആസ്വദിപ്പാൻ. വേദജ്ഞന്മാർ, വേദത്തെ അറിഞ്ഞിട്ടുള്ളവരെ, വേദജ്ഞരെ ഏതിൻ മധുവന്ന് ആസ്വദിപ്പാൻ. അറിവിൻ്റെ ഒരു കണം, ഒരു തുള്ളി ആസ്വദിപ്പാൻ. യജിക്കയും, അങ്ങയെ ഭജിക്കണു. യജിക്കയും സ്തുതിക്കയും ആരാധിക്കയും ഉൾപോവിലോർക്കയും. 4 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് യജിക്കുക, പിന്നെ ഒന്ന് സ്തുതിക്കുക, ഒന്ന് ആരാധിക്കുക. അല്ലേ? വേദജ്ഞരേതൻ മധുവന്ന് ആസ്വദിപ്പാൻ. ആസ്വാദനമുണ്ട്. യജിക്കണു, സ്തുതിക്കണു, ആരാധിക്കയും ഉൾപോവിലോർക്കയും ചെയ്യുന്നു. കർമ്മഗുണകാലങ്ങളേതോർത്ത ജീവനെ. എന്താ? കർമ്മഗുണകാലങ്ങളേതോർത്ത ജീവനെ ബാധിക്കുകയില്ല അതേ മർത്യൻ ഉത്കർഷപ്രദമാകയാൽ. കർമ്മഗുണകാലങ്ങളേതോർത്ത ജീവനെ ബാധിക്കുകയില്ല അതേ മർത്യന് ഉത്കർഷപ്രദമാകയാൽ. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഉയരുന്നത്, നമ്മുടെ കേമത്തരം കൊണ്ടല്ല. എന്നിട്ട് പറഞ്ഞു, ആർക്കും ഈ ഭഗവത് ഭക്തിഭാവം മിന്നട്ടെ മേൽക്കുമേൽ. ആർക്കും താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഭഗവത് ഭക്തിഭാവം മിന്നട്ടെ മേൽക്കുമേൽ. ഉയരം 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 ഉയരാം 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 ഉയരണം ഉയരണം ഉയരം. മനസ്സിലായില്ലേ? ആർക്കും ഈ ഭഗവത് ഭക്തിഭാവം മിന്നട്ടെ മേൽക്കുമേൽ. ആപത്തെന്നും പതിരുന്നീടും, ആപത്ത് എന്നും പതിരുന്നീടും പാർത്തട്ടിലേവനും. ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എന്തെല്ലാം ദുര്യോഗങ്ങളാണ് വരാൻ പോണത് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല.
എത്ര സേഫ്റ്റി AK-47 കയ്യിൽ വെച്ചിട്ട് നമ്മളെ നമ്മളെ രക്ഷാകർത്താക്കളെ അല്ലെങ്കിൽ അംഗരക്ഷകന്മാരെ വെച്ചിട്ടുണ്ടെങ്കിലും ഭഗവാൻ ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇതാ കിടക്കണു, ഒന്നും പറയാൻ പറ്റില്ല. അതാണ് പറയണത്. ആർക്കും ഈ ഭഗവത് ഭക്തിഭാവം മിന്നട്ടെ മേൽക്കുമേൽ ആപത്തെന്നും പതിയിരുന്നേടും പാർത്തട്ടിലേവനും നാഥ നാഥ നിൻ തൃപ്പദാംബോജം മാത്രമാണ് ഭയസ്ഥലം. അത് മറക്കരുത്. എത്ര വലിയ 7ാം മാളിക മുകളിൽ ഇരിക്കുകയാണെങ്കിലും ശരി, ഭഗവാനെ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ വജ്രത്തിന് പുല്ലിൻ്റെ വില. ഭഗവാനെ നമ്മൾ ആശ്രയിച്ചില്ല വിചാരിക്കുക, നമ്മുടെ കയ്യിൽ വജ്രമുണ്ട് വിചാരിക്കുക, അതിന് പുല്ലിൻ്റെ വിലയുള്ളൂ. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാലോ പുല്ലിനെന്ത് വിലയുണ്ട്? വജ്രത്തിൻ്റെ വിലയുണ്ടാവും. അപ്പോൾ ഈശ്വരൻ്റെ ഗുണഗണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാഥ നിന്തൃപ്പദാംഭോജം മാത്രമാണ് അഭയസ്ഥലം, ദ്വിപരാർത്ഥം ഉയർക്കൊള്ളും ബ്രഹ്മാവും കാലഭീതനാം. ദ്വിപരാർത്ഥം ദ്വിപരാർത്ഥം ഉയർക്കൊള്ളും, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനു കൂടി കാലഭീതനാം, കാലത്തിനെ പറ്റിയിട്ടുള്ള ഭീതി ഉണ്ടെന്നാണ് പറഞ്ഞത്. എങ്കിൽ ആ ബ്രഹ്മസൃഷ്ടത്തിൽ കഥയോതുവതെന്തിനാം. അപ്പോൾ ബ്രഹ്മാവിന് കൂടി ഭീതി ഉണ്ടെങ്കിൽ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട സാധാരണക്കാരൻ്റെ സ്ഥിതി എന്താണ്? ഇത് എപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പിന്നെ ആത്മസൗന്ദര്യമൊട്ടാകെ മായയാൽ മൂടി മർത്യനെ. ഭഗവാനെ അങ്ങ് എന്താ ചെയ്യണത്? ആത്മസൗന്ദര്യം ഒട്ടാകെ പുറത്തേക്കില്ല, മായയാൽ മൂടി വെച്ചു. അപ്പോൾ അങ്ങയുടെ കൃപാലേശമില്ലാണ്ട് മായ ഒഴിഞ്ഞു കിട്ടില്ല. മായ ഒഴിഞ്ഞാൽ 1000 കോടി 1000 കോടി സൂര്യസമപ്രഭ, 1000 കോടി സൂര്യൻ്റെ പ്രകാശമുള്ള ആ ബ്രഹ്മചൈതന്യത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ ഭഗവാന്റെ കൃപാകടാക്ഷം തന്നെ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മസൗന്ദര്യം ഒട്ടാകെ മായയാൽ മൂടി മർത്യനെ വെറും തുച്ഛങ്ങളിൽ മയക്കേടും ഏർപ്പാട് സർവവും വെടിഞ്ഞ് നിഖിലാഭീഷ്ടമരുളും നിൻ പാദാംബുജം. ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ഒന്നും നമ്മൾക്ക് പ്രതികൂലമല്ല. ഭഗവത് ഭക്തി ഇല്ലെങ്കിലോ സർവത്ര പ്രതികൂലമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറും തുച്ഛങ്ങളിൽ മയക്കീടും ഏർപ്പാട് സർവവും വെടിഞ്ഞ് നിഖിലാഭീഷ്ടമരുളും നിൻ പാദാംബുജം. ഭജിക്കും ഉള്ളം ചെറ്റൊന്നു വിരിഞ്ഞൊരധിഭാഗ്യവാൻ. ഭാഗ്യവാൻ ആരാ? ചെറിയൊരു അനുഗ്രഹം കിട്ടിയാൽ മതി. മഹാമേരു പർവ്വതം പോലെ അല്ലെങ്കിൽ ഹിമവൽ പർവ്വതം പോലെ, ഇന്ത്യൻ മഹാസമുദ്രം പോലെ എന്നൊക്കെ നമുക്ക് പറയാം. ഭജിക്കും ഉള്ളം ചെറ്റൊന്നു വിരിഞ്ഞൊരതിഭാഗ്യവാൻ. സൃഷ്ട്യാദികൾക്കാം ത്രിഗുണം അങ്ങു കൈകൊണ്ടതെങ്കിലും. സൃഷ്ടി, പരിപാലനം, ലയനം, ഈ 3 കാര്യങ്ങളും അങ്ങ് ചെയ്യുന്നുണ്ട്. സത്വം പ്രശാന്തിയും കൈകൊണ്ടതെങ്കിലും, ത്രിഗുണം അങ്ങ് കൈകൊണ്ടതെങ്കിലും സത്വം പ്രശാന്തത. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത. സത്വം പ്രശാന്തിയും മറ്റു 2 ദുഃഖവുമേകിടും. അതോർത്ത് ഈ നിൻ മഹാവിഷ്ണു രൂപം സത്വമയം വിഭോ. അതോർത്ത് ഈ മഹാവിഷ്ണുവിൻ്റെ രൂപം സത്വമയം വിഭോ. സത്വമയം എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണനിധിയാണ് അദ്ദേഹം, അല്ലേ? പിന്നെയോ മതിമാന്മാരുപാസിക്കും. മനസ്സൗഖ്യമുള്ളവർക്ക് ഈശ്വരോപാസന പറഞ്ഞിട്ടുള്ളൂ. മതിമാന്മാരുപാസിക്കും. ആരാണ് വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി കരയാതെണ്ടിരിക്കണത്? അവരാണ് ശരിക്കുള്ള ഉപാസകന്മാർ. കരയുന്നവർ ഉപാസന ചെയ്യണവരല്ല. എന്തൊക്കെയോ റേഷൻ ഷോപ്പിൽ ക്യൂവിൽ നിന്നിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ അതുണ്ടോ ഇതുണ്ടോ ചോദിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ മതിമാന്മാരുപാസിക്കും പരമാനന്ദദായകം. പരമാനന്ദം സച്ചിദാനന്ദം ചിന്മയാനന്ദം, അല്ലേ? അപ്പോൾ പരമാനന്ദദായകം മായയാൽ മതിയൊട്ടാകെ മയങ്ങീടിന മാനുഷൻ.
മതികെട്ടാകെ മയങ്ങിയിടിന മാനുഷൻ ഇന്ദ്രിയങ്ങളിൽ ചെന്നലഞ്ഞു പലതിങ്കലും ഇന്ദ്രിയങ്ങളിലൂടെ ചെന്ന് അലഞ്ഞ് പലതുങ്കലും ഭ്രമിക്ക മൂലം കാൺമീല നീ എങ്ങും വിലസിയിടിലും. സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ കാണാൻ സാധിക്കാതെ കണ്ട് ആ അമ്പലത്തിലേക്ക് ഏത് വഴിക്കാ പോവുക?